നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ചില ആൾക്കാരില്ലേ. അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ലൈഫിലുണ്ട് ഇപ്പോൾ. ഒന്നല്ല, കുറേ പേരുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ചാണ്. ഞങ്ങൾ ആദ്യമേ ഫ്രണ്ട്സ് ആയിരുന്നെങ്കിൽ കൂടി അത്ര ക്ലോസ് ആയിരുന്നില്ല. പക്ഷേ ലൈഫിൻ്റെ ഏതോ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ നല്ല ക്ലോസ് ആയി. അന്ന് മുതൽ എനിക്ക് അവളോട് നല്ല കാര്യമായിരുന്നു. കാരണം ഞാനൊരു ഫ്രണ്ടിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ആൾ എനിക്ക് നന്നായി തന്നിരുന്നു. അന്ന് എനിക്ക് കിട്ടിയിരുന്നു അവളിൽ നിന്ന്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. പറയാത്ത കാരണം എന്തെങ്കിലും കളിയാക്കിയാലോ, അല്ലെങ്കിൽ ആൾക്ക് എന്താ പറയുക, നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളതില്ലായിരുന്നു പറയാണ്ടുന്നത്. എന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള രീതിക്ക്. പക്ഷേ ഞാൻ വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അവളുടെ റിയാക്ഷൻ. ഇന്നലെ ഞാൻ അവളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്ക്, കുറച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിക്ക് എന്ന് പറഞ്ഞപ്പോൾ ആളിനോട് പറഞ്ഞു, കണ്ടിട്ടില്ല വീഡിയോസ്, അവർ കുറച്ചൊരു ഭാഗം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഷിഫാന ഹാറ്റ്സ് ഓഫ് ടു യു പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരിക്കലും വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഈ എത്തിച്ചേർന്നപ്പോൾ ഓക്ക് ഭയങ്കര സന്തോഷമായി എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷേ അതെനിക്ക് ഭയങ്കര വലിയൊരു അപ്രിസിയേഷൻ ആയിരുന്നു കേട്ടോ. ഇന്നലെ ഫുള്ള് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്തായിരിക്കും അങ്ങനെ പറയാനുള്ള കാര്യം. ഞാൻ ഇത്രയും കാലം ചെയ്തൊരു കാര്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതെനിക്ക് ഭയങ്കര നല്ലൊരു അപ്രിസിയേഷൻ ആയിരുന്നു. അപ്പോൾ ഈ ജേണൽ ഞാൻ ഓക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ജേണലൊന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ ഇതെനിക്ക് ഓക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് തോന്നി. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് കുറേ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവും. പക്ഷേ ആ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പുറത്തു തരാം. എന്തായാലും ഇത് ഞാൻ റെഫറൻസൊക്കെ നോക്കി ചെയ്താണ്. ലൈഫിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളരെ കുറച്ച് ആളെ എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് കേട്ടോ. അവരൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയതാണ്. അപ്പം എനിക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കലില്ല. ലൈഫിൽ നിന്ന് എടുത്ത് കളയേണ്ട കാര്യങ്ങൾ അപ്പം തന്നെ എടുത്ത് കളയണം എന്നാണ് എൻ്റെ ഒരു തിയറി. അതുകൊണ്ട് തന്നെ നല്ല കുറച്ച് ഫ്രണ്ട്സുകൾ മാത്രമേ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളൂ. അതിലൊരാളാണ് കേട്ടോ.